ഇതൊരു കൽപ്പിത കഥയല്ല, പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയാണ്. രോഗം ഒരു കുറ്റമല്ലല്ലോ. മാറാ രോഗങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഒറ്റപ്പെടുത്താനല്ലാതെ കരുണയോടെ സമാധാനിപ്പിക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കേണ്ട കുരുന്നു പ്രായത്തിൽ അവർ പോലും അറിയാതെ അവരിൽ വന്നു ചേരുന്ന രോഗം, അവർക്കുണ്ടാകുന്ന മാനസിക പീഡനം, അത് സഹനത്തിനും എത്രയോ അപ്പുറത്താണ്. അത്തരമൊരു കുടുംബത്തിന്റെ കഥയാണ് ശ്യാമം പറയുന്നത്. ഒരുപക്ഷേ ഇങ്ങനെ ഒരു കുടുംബം നമ്മുടെ അയൽപക്കത്തുമുണ്ടാവാം. അവരുടെ വേദനകളും യാതനകളും ഞങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും ദൃശ്യരൂപമാർന്ന് നിങ്ങളുടെ മുന്നിലേക്ക്. ഇവിടെ നമുക്കൊരുമിച്ച് നിൽക്കാം. ഇവർ നാം കൂടി ഉൾപ്പെട്ട ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇവരെ നമുക്ക് സ്നേഹിക്കാം, സംരക്ഷിക്കാം. നാളീക ലോചനയെ ഞാനൊന്നു മറക്കുവ. നാളീക ലോചനയെ ഞാനൊന്നു മറക്കുവ. നാളീക ലോചനയെ ഞാനൊന്നു മറക്കുവ. നാളീക ലോചനയെ ഞാനൊന്നു മറക്കുവ. നാളേറെ ശ്രമിക്കുന്നു, നീളുന്നു പരിശ്രമം. നാളേറെ ശ്രമിക്കുന്നു, നീളുന്നു പരിശ്രമം. നാളേറെ ശ്രമിക്കുന്നു, നീളുന്നു പരിശ്രമം. നാളേറെ ശ്രമിക്കുന്നു, നീളുന്നു പരിശ്രമം. അവനി പാലന ശ്രദ്ധ അനുദീനം കുറയുന്നു. 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 കളിവേണി തന്നിലുള്ള അനുരാഗം വളരുന്നു. കളിവേണി തന്നിലുള്ള
അനുരാഗം വളരുന്നു അളിവേലി തന്നിലുള്ള അനുരാഗം വളരുന്നു വിധുമുഖിയേ വരിപ്പൻ വിനയാൻവിതൻ സുതനു വിധുമുഖിയേ വരിപ്പൻ വിനയാൻവിതൻ സുതനു വിധുമുഖിയേ വരിപ്പൻ വിനയാൻവിതൻ സുതനു വിധുമുഖിയേ വരിപ്പൻ വിനയാൻവിതൻ സുതനു വിധിച്ചതു കൊടുക്കാതെ കബളിപ്പിക്കയോ നന്നു വിധിച്ചതു കൊടുക്കാതെ കബളിപ്പിക്കയോ നന്നു വിധിയുടെ വിഭാവന അതിശയാവഹം തന്നെ വിധിയുടെ വിഭാവന അതിശയാവഹം തന്നെ വിധിയുടെ വിഭാവന ശിവ ശിവ ഭഗവാനെ, എന്താ ഈ കാണണേ? കഥകളി വിദ്വാൻ വിഷ്ണു നമ്പൂരിയുടെ ഭാര്യയ്ക്ക് കഥകളി കാണുന്നത് കൂടെ നിഷേധിക്കപ്പെട്ടു. ഓ, ആ താൻ നടന്നോളൂ, ഞാൻ വന്നേക്കാം. വിഷമവുമില്ല പിന്നെ ആ വിശേഷ ദിവസം ആയതുകൊണ്ട് വഴിപാട് ഇഷ്ടം ഉണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോകണ്ടല്ലോ ഇല്ലേ? ആ എത്ര നാളാ ഇങ്ങനെ നിവേദ്യം മാത്രമായിട്ട് കഴിയും? എനിക്കാണെങ്കിൽ വയ്യാണ്ടായി. ഇനി അധിക കാലം തുടരാൻ പറ്റുന്നു തോന്നണില്ല. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എല്ലാറ്റിനും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആ എന്നാ ഇനി വൈകിക്കണ്ട, പൊക്കോളൂ. കർമ്മം കർമ്മം, അല്ലാതെന്താ? ഓ വഴിയരികിൽ മുറിവേറ്റ് കിടന്ന പക്ഷിയാണ് രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ശ്രീരാമനെ അറിയിച്ചത്. അമ്മേ, ശ്രീരാമചന്ദ്രനെ കാട്ടിൽ സഹായിച്ച പക്ഷിയുടെ പേരെന്താ? അമ്മയ്ക്ക് അറിയില്ല കുട്ടി. ഈ അമ്മയുടെ അടുത്ത് എന്ത് ചോദിച്ചാലോ അറിയില്ല. എന്താ അമ്മ മുത്തശ്ശി വരാൻ വായിക്കണ? മോള് കിടന്നോളൂ, മുത്തശ്ശി വരുമ്പോ അമ്മ വിളിക്കാട്ടോ. അമ്മേ, നാളെ കണക്ക് ബുക്കില്ലാതെ ചെന്നാ ക്ലാസ്സിൽ കയറ്റില്ലെന്നാ സാറ് പറഞ്ഞേ. നാളെ വാങ്ങിച്ചു തരാം മോനെ. മോൻ പഠിച്ചോ? ഭഗവാനെ, ദാ മുത്തശ്ശി വന്നു, മോൾ എണീക്ക്. ഹായ്, എനിക്കിതാ മുത്തശ്ശി. ആ തരാം തരാം തരാം, തിരക്ക് കൂട്ടാതെ. ത്രിസന്ധി സമയത്ത് തുന്നിക്കൊണ്ടിരിക്കുക. പകലെ ഒന്നും നേരം കിട്ടിയില്ല എനിക്ക്. ആ ശൂന്യം. ആ തെരുമേനി പോവാത്രേ. ഇനി ഇതും കൂടി ഇല്ലാണ്ടായ നാളെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുവരാൻ എന്താ ഉള്ളത്? എനിക്കറിയില്ല.
കഴിക്കുണ്ണി. മോൾ എന്തിനാ കരയുന്നേ? ഞാനിന്ന് പോണില്ല. എന്തു പറ്റി? മറ്റുള്ളവരുടെ കൂടെ ഒന്നും എന്നെ ഇരുത്തൂല, ഒറ്റയ്ക്ക് ഇരുത്തും. എന്നിട്ട് വഴക്ക് പറയും. എനിക്ക് മാത്രം ഒരു ബെഞ്ച്. കാർത്തു കരയണ്ട. ചേട്ടൻ ഇന്ന് ക്ലാസ്സിൽ വന്ന് സാറിനോട് സംസാരിച്ചോളാം. കണ്ണാ കഞ്ഞി കുടിക്കൂ, നേരെ ഒരുപാടായി. മോള് കരയണ്ടാട്ടോ, വാ. വേഗം ആട്ടെ. കണ്ണൻ ക്ലാസ്സിൽ വന്ന് സാറിനോട് പറയാന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ കരയുന്നേ? നല്ല മോളല്ലേ, കരയാതെ. സൂക്ഷിച്ചു പോണാട്ടോ. അമ്മ ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പോ ചോറ് കൊണ്ടുവരാം. അമ്മ വരുമ്പോ ഇന്ന് എന്റെ ബുക്ക് കൂടി വാങ്ങിയിട്ട് വരണം കേട്ടോ. വാങ്ങിയിട്ട് വരാട്ടോ. അമ്മ എപ്പോഴും പറഞ്ഞു പറ്റിക്കും. അന്ന് എന്ത് വിഷമെന്നറിയോ മോക്ക്? നീ അറിഞ്ഞില്ലേ, നമ്മുടെ കല്യാണിയുടെ മോൾക്ക് കല്യാണം ആയത്രേ. സംഗതി പ്രേമ. അതിനവൾ കുട്ടിയല്ലേ? അതിന് ഇപ്പോഴത്തെ പ്രേമത്തിന് കുട്ടിയെന്നോ മുതിർന്നവരെന്നോ വല്ലതും ഉണ്ടോ? അതെ, ചുണയുള്ള കുട്ടികൾ പ്രേമിക്കും, മുതിർന്നവര് വഴങ്ങും. കാത്തിരുന്ന് കാണാം. പ്രേമിച്ച പലരും ഇന്ന് വഴിയാധാരമായ കഥയാ. നീ നല്ലയാളാ. എന്ത് പണിയാ കാണിച്ചേ? എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നൂല്ലേ? വീട്ടില് കാരണവന്മാരെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് വേഗം തിരിച്ചു പോണം. എന്താ എല്ലാവരും പെട്ടെന്ന്? സ്വത്ത് ഭാഗം വെക്കലോ മറ്റോ നടക്കുക. ഓ, വിലോചനേ ജയ നീലകണ്ഠ മനോഹരേ ജയ നീലകണ്ഠ വിലോചനേ ജയ നീലകുന്തള ജാലസംഗത ബാലചന്ദ്ര വിഭൂഷണേ ജയ നീലകണ്ഠ മനോഹരേ ജയ. ശൂലഗളിത ദാനവേ ജയ ശൂലഗളിത ദാനവേ ജയ ശൈലനായക നന്ദനേ ശൂലഗളിത ദാനവേ ജയ ശൈലനായക നന്ദനേ ലോലശീല വിഭഞ്ജനം പരിപാലയാശു നിരഞ്ജനേ ഭഗവാനെ, ശൈലനായക. അല്ല
എന്താ മഹേന്ദ്ര, നീ ഈ ലോകത്തൊന്നും അല്ലേ നടയടച്ചു? അല്ല, ശ്രീകോവിൽ പൂട്ടി തിരുമേനി ഇറങ്ങിയോ? ഉവ്വ് കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കണു. ആ കുട്ടിയെ കാണുമ്പോ നിനക്ക് ഒരു മനംമാറ്റം. ദേ, വേണ്ടാത്തൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട കുട്ടിയെ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അല്ല, എനിക്കറിയാം നിന്റെ മനസ്സ്, എന്നാലും വേണ്ട. ആ, എന്തായി നിന്റെ യാത്ര? ബുധനാഴ്ച പുലർച്ചയ്ക്കുള്ള വണ്ടി കയറണം. തിങ്കളാഴ്ച ജോലിക്ക് കയറണം എന്ന കത്തിൽ. ഞാൻ പറയാൻ തന്നെ അറിയാലോ, ബോംബെ ഒക്കെ വലിയ വലിയ നഗരങ്ങളാന്നാ കേട്ടിരിക്കണേ. സൂക്ഷിക്കണം. ശിവ ശിവ. ഹൈ, നീ എന്താ ആലോചിക്കണേ? ആ മീനാക്ഷിയെ കുറിച്ച് ഓർക്കുന്നതെങ്കിലേ ഇനി 3-4 ദിവസത്തേക്ക് അവളെ നോക്കണ്ട. ആദ്യ രാത്രിയുടെ ചൂട് മാറാൻ 3-4 ദിവസം മതിയോ തങ്കമണിയെ? എനിക്കൊരാഴ്ച വേണ്ടി വന്നു. നിനക്ക് ഒരാഴ്ച വേണ്ടി വന്നെങ്കിലേ മീനാക്ഷിക്ക് എന്തായാലും 2 ആഴ്ചയെങ്കിലും വേണ്ടി വരും. എന്താടോ ഇത്രമാത്രം ചിന്തിച്ചു കൂട്ടുന്നത്? എന്താ ലക്ഷ്മി, നീ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. വെറുതെ ഓരോന്നാലോചിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ രസം കളയണ്ട. നമ്മുടെ ആദ്യ രാത്രിയാ, ഇയാളത് മറന്നുപോയോ? കഴിഞ്ഞതിനെ കുറിച്ചാണ് ഓർക്കുന്നതെങ്കിൽ അതൊക്കെ മറന്നേക്കും. നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാത്രമുള്ള ഒരു ജീവിതം, നമുക്കെല്ലാം വേണം. കുടുംബം, കുട്ടികൾ, അങ്ങനെയെല്ലാം. ലക്ഷ്മി കിടന്നോളൂ. ലാലസം മുരാരിമാരാരുപദർശയന്ത്യസൗ മുരാരിമാരാരുപദർശയന്ത്യസൗ സഹീ സമക്ഷം പുനരാഹ രാധിക ചന്ദന ചർച്ചിത നീല കളേബര ചന്ദന ചർച്ചിത നീല കളേബര പീത വസന വന
അല്ല രണ്ടുപേരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് മഹേന്ദ്ര വിശേഷം? ഭഗവാനെ, നീ വന്നിട്ട് 2 ദിവസമായല്ലോ. എന്നിട്ട് എന്നാ തൊഴാൻ പറ്റേ? ലക്ഷ്മി നടന്നത് നിന്റെ വലിയ മനസ്സാ. ഇല്ലാച്ച ഈ പാവത്തിനൊരു ജീവൻ കൊടുക്കുവോ? പാവം നനച്ചിരിക്കാതെ അച്ഛൻ മരിച്ചു. ആ ദുഃഖം താങ്ങാനാവാതെ അമ്മയും. ആരോരും തുണയില്ലാതെ വന്നപ്പോ ഒരു ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ബോംബെക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുത്തൻ ചതിച്ചതാ. കൊടും ചതി. പലർക്കായി ആ ശരീരം പകുത്തു കൊടുത്തു ആ ദുഷ്ടൻ. പാവം കുട്ടി. ആ പത്രവാർത്ത കണ്ടാ ഞാനിത് അറിഞ്ഞതേ. കുറച്ചൊക്കെ ബോംബെയിൽ വെച്ച് സിസ്റ്റർ മേരിയനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഇപ്പോഴും ഭയമാ. ഒക്കെ ശരിയാവും. ധൈര്യമായിട്ടിരിക്ക. എന്നാ നടന്നോളൂ. കുട്ടി താഴെ കാത്തു നിൽപ്പുണ്ടാവും. ഭഗവാനെ, എന്താ കുട്ടിയെ, നീ ഇന്നും ഊണഴിക്കണില്ലേ? എനിക്ക് വിശക്കുന്നില്ല നാണയടുത്ത്. എന്നും ഇങ്ങനെയായ എന്താ ചെയ്യാ? കഷ്ടം. വല്ലാത്തൊരു വിധി തന്നെ. അയ്യോ, എന്റെ കുട്ടികള്. എന്താ? സാർ, എനിക്ക് കുറച്ച് രൂപ വേണം. അതെങ്ങനാ? നിങ്ങൾ ഇപ്പൊ തന്നെ പലതവണ വാങ്ങിച്ചു. ഇനിയും തരാൻ പറ്റില്ല. തന്ന കൂലിക്കുള്ള പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരണ്ടെന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എന്റെ മക്കള് പട്ടിണിയിലാവും. ഒരു തവണ കൂടി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ കൂടുതൽ ജോലി ചെയ്ത് വീട്ടിക്കോളാം. നിനക്കൊന്നും ദാനം തരാൻ മുതലാളിയുടെ പണമില്ല. ഇനി നീ എത്ര നാളുണ്ടാവുന്ന കരുതിയാ പണം തരിക? ഒൻപത് ഗുണം 9 എത്രയാടാ? അറിയില്ല സാർ. അറിയില്ലല്ലേ? 50 തവണ എഴുതിക്കോ. ഇനി അവിടെ ഞാൻ പറയാം സാർ. നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ആ വിശപ്പിന്റെ മണി കേട്ടാ മതി. ഒറ്റ ഒരുത്തനുമില്ല അനുസരണം. ഇതിങ്ങടെയൊക്കെ ആർത്തി കണ്ടാ തോന്നും ആഹാരം കഴിച്ചിട്ട് നാളുകളായിരുന്നു. ആ ബുക്കില്ലാതെ ഇനി നീ ഇങ്ങോട്ട് വരണ്ട. എന്തിനാ മറ്റു കുട്ടികളെ കൂടി വെറുതെ? ഹെഡ് മാസ്റ്ററുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ നീ ഇവിടെ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ എന്താണോ നോക്കിക്കുന്നത്? പോടാ. അല്ല, ഇന്നെന്താ ഒരു ബിരിയാണി സ്പെഷ്യൽ? നമ്മുടെ ശാരദ ടീച്ചറിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതിന്റെ ചെലവാ. ഓഹോ, നടക്കട്ടെ നടക്കട്ടെ. ഇപ്പൊ എന്തിനും ഏതിനും ചെലവല്ലേ. മാഷക്കുള്ളത് ഓഫീസ് റൂമിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിന് പിടിക്കില്ല. അതുകൂടി എടുത്ത് നിങ്ങൾ കഴിച്ചോളൂ. ചേട്ടാ, എനിക്ക് വിശക്കുന്നു. അമ്മ ഇപ്പൊ വരും. എന്നിട്ട് നമുക്കും കഴിക്കാം. എനിക്ക് തല ചുറ്റണം. ചേട്ടാ, ഇതുകൂടി കുറിച്ചോ, ഒന്നിച്ചെടുക്കാം. നീ കുറിച്ച് ഈ കട കംപ്ലീറ്റ് വെളുത്തലോടാ ബഷീറെ. ഇക്കണക്കിന് പോയാലേ അധികം താമസിയാതെ ഞാൻ ഈ കട പൂട്ടേണ്ടി വരും. ശങ്കര, നല്ല മഴക്കോളുണ്ട്. തെക്കുന്ന കാറ്റ്. ആ അല്ലടാ ബഷീറെ, നീ ഇനി തിരിച്ചു പോകുന്നില്ലേ? തിരിച്ചു പോണോന്നുണ്ട്. പക്ഷെ അറബിക്ക് ഞാൻ ചെല്ലണ്ടെന്ന. അതങ്ങനെ ഇതല്ല കയ്യിലിരിപ്പ്.
അല്ലേ ഇവളത് എന്തിനുള്ള പുറപ്പാടാ? ആ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഡേ നിക്കടയോടെ, ഈ നാട് മുഴുവൻ രോഗം പരത്താനാ നിന്റെ പരിപാടി. ഇവളോടൊന്നും വേദോതിട്ട് കാര്യമില്ല. ഈ രോഗമുള്ളവരൊക്കെ കൊണ്ടുവന്ന് പരത്തും. ഞാനത് പത്രത്തിൽ വായിച്ചതാ. കരയുന്ന നീ ഒന്ന് മാറിക്കേ. ഇവളോടൊന്നും പറയല്ല വേണ്ടത്, പ്രവർത്തിക്കുക. ഇവളെയൊക്കെ ചുട്ടു കൊന്നില്ലെങ്കിൽ നമ്മളൊക്കെ രോഗികളായിട്ട് മാറും. പുരുഷോത്തമ, ആ മണ്ണെണ്ണ എടുക്കണം. ഇപ്പൊ കൊണ്ടുവരാം. എന്നെ ഒന്നും ചെയ്യല്ലേ. ആ കൊച്ചിനെ ഇങ്ങ് വിട്ടേക്കടാ. അതെന്ത് വിളിച്ചു? നിങ്ങൾക്കത് പറയാം. കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കല്ലേ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചു കാലം അവിടെ ജീവിക്കണം. അവിടെ ദേഹത്തൊന്നും തൊട്ടേക്കരുതേ, കുഴപ്പമാവും. ഇങ്ങോട്ട് അറിയി. ഇതൊക്കെ തൊട്ടുപോകുന്നവരെ ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്, നിങ്ങൾ തടയരുത്. നാടിന്റെ പ്രശ്നം എന്തിനാ കൂടിയിരിക്കുന്നേ? കണ്ട് രസിച്ച് മതിയല്ലടാ. പോയണെല്ലാം എടാ പോവാനല്ലേ പറഞ്ഞത്. അതല്ല ഇടയാനാണ് പാവമെങ്കിൽ സ്വന്തം കാലി കിടന്നാലും വീട്ടിൽ പോവാന്ന് കരുതണ്ട. പോയണെല്ലാം പിള്ളേരെ, നിങ്ങൾ കുറച്ചുപേര് അപ്പുറത്തേക്ക് ഇരിക്കും. പറ്റില്ല. വഞ്ചി മറിയോടാ, പോടാ അപ്പുറത്തേക്ക്. കുരുത്തം കെട്ട് നിങ്ങൾ പറഞ്ഞാലും കേക്കില്ലല്ലോ. നിങ്ങൾക്ക് എന്താ അപ്പുറത്തുനിന്ന് തുഴഞ്ഞ? അത് പിന്നെ എനിക്കിവിടെ നിന്ന് തുഴഞ്ഞാലേ ശരിയാവൂ. എന്നാ നിങ്ങൾ ഇവിടെ തുഴഞ്ഞോ, ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാം. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. മക്കൾ ചെല്ല്. പക്ഷെ അവരെ ഞങ്ങൾ ഇപ്പുറത്തിരുത്തും. വേണ്ട വേണ്ട, എല്ലാരും ഇവിടെ തന്നെ ഇരുന്നാ മതി. മുങ്ങയാണെങ്കിൽ ഒന്നിച്ചു മുങ്ങാം. രോഗം പിടിച്ചാവുന്നതിലും ഭേദം അതാ. മഴ വരുന്നുണ്ട്, പെട്ടെന്ന് വിട്ടോടാ. തന്നിട്ട് പോടാ. പിടിച്ചേ. ചേട്ടാ ചേട്ടാ എനിക്ക് വിശന്നിട്ട് നടക്കാൻ കുറച്ച് നടക്ക്, എന്നിട്ട് ചേട്ടൻ എടുക്കാം. എനിക്ക് വയ്യ ചേട്ടാ, തല ചുറ്റണു. എന്നാ വാ. കുട്ടികൾ എന്താ ഇത്ര വൈകണേ? മഴയായതുകൊണ്ട് ചിലപ്പോ സ്കൂളിൽ നിന്ന് വിട്ടു കാണില്ല. തങ്കപ്പനല്ലേ ഇത്? തങ്കപ്പ, അതെ. സ്കൂൾ വിട്ട് നിന്റെ മോൻ വന്നാടാ? ആ വന്നല്ലോ. എന്തേ? അല്ല, ഇവിടുത്തെ കുട്ടികൾ ഇനിയും വന്നിട്ടില്ലേ? ആ നീ എന്തായി കാട്ടണേ? മഴയത്ത് അവരെവിടെയെങ്കിലും കയറി നിൽക്കണ്ടാവും. മഴ തോരുമ്പോ അവരിങ്ങടെ എത്തും. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടുവരും. വരൂ. എന്തിനാ നനഞ്ഞ എങ്ങനെ? എന്താ പറ്റിയത്? അമ്മ എന്തായിരുന്നു ഉച്ചക്ക് വരാഞ്ഞത്? ഉച്ചക്കൊന്നും കഴിക്കാത്തണ്ടാവും. കാർത്തൂന് തലവെറ്റുന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. പനിക്കണുണ്ടല്ലോ അതിനെ. എന്താ ലക്ഷ്മി നീ കാട്ടണേ? കുട്ടിയോട് വിശന്നാ വന്നേക്കണേ. തല തുറത്തി അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. കൊണ്ടുപോകും. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. കുട്ടിക്ക് പനി കുറവുണ്ടോ മോളെ? മുകുന്ദ രാമ കുറച്ച് കുറവുണ്ട്. ഈ ആഴ്ചയല്ലേ ഡോക്ടറെ കണ്ടത്? നാളെ തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും. രാമ 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 പാഹിമാം. മുത്തശ്ശനും അച്ഛനും എല്ലാം നന്നായി പാടുമായിരുന്നോ മുത്തശ്ശി? ഉണ്ണിക്കറിയോ, ഉണ്ണിയുടെ മുത്തശ്ശൻ നല്ലൊരു കഥകളി നടനായിരുന്നു. കഥയാടണ അരങ്ങുകളിൽ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛനെയും കൂട്ടുമായിരുന്നു.
രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്ന് കഥ മുഴുവനും കാണുന്നുണ്ട് അച്ഛൻ. അവൻ അന്നേ സംഗീതത്തിലായിരുന്നു കമ്പം. സ്ത്രീവേഷം കെട്ടി വന്ന ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും എല്ലാ കരക്കാരും. വലിയ പേരായിരുന്നു. അദ്ദേഹം വേഷം കെട്ടി നിൽക്കണ കാഴ്ച ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ നിൽക്കണം. എൻ്റെ മോനെ ഒരുപാട് മോഹിച്ചതാ. എന്നെ മുത്തശ്ശനെ പോലെ നല്ലൊരു കഥകളി നടനായി കാണണം. പക്ഷേ അയ്യേ, മുത്തശ്ശി കരയാ? മുത്തശ്ശി ഒരു പാട്ട് പാടിത്തരാമോ? ഉണ്ണി, നീ പോയി നാളത്തേക്കുള്ളത് പഠിക്കാൻ നോക്ക്. ചെല്ല്. മോളെ, ഇന്ന് ആ ബാങ്കിൽ നാളെ വന്നിരുന്നു. ഇനി നോക്കിയിരിക്കാൻ പറ്റില്ല അത്രേ. അവര് ജപ്തി നടപടി തുടങ്ങാൻ പോണു. കൃഷ്ണ, എന്താ ഇപ്പൊ ചെയ്യാ? എന്ത് ചെയ്യാൻ? അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അമ്മേ, ഒന്നിങ്ങ് വന്നേ. അമ്മേ, കരിന്തരി കത്തണ്ട, വിളക്കണച്ചോളൂ. നല്ല കൈപ്പുണ്യമുള്ള ഡാക്ടറാ. ഇത്തിരി നേരം കാത്തിരിക്കേണ്ടി വരും. ഫലം ഉറപ്പാ, ഉറപ്പ്. ലക്ഷ്മി വരൂ. വാ മോളെ. എവിടെയും പെണ്ണുങ്ങൾക്കാ മുൻഗണന. എപ്പോ വന്നതാ ഞാൻ. ചന്തം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. മോൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കിയായിരിക്കുന്നു. മോൾക്ക് മിഠായി വേണ്ടേ? ദാ ഈ മിഠായി കഴിച്ചോളൂ. മോളെ, ആ മാമനെ മോൾക്ക് വെളിയിൽ പൂമ്പാറ്റകളെ കാണിച്ചു തരും. മോൾക്ക് കാണണ്ടേ? എന്റെ ഊഹം ശരിയായിരുന്നു. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് കണ്ണനെ ഈ രോഗം ബാധിച്ചിട്ടില്ല. ബട്ട് യു ടു മസ്റ്റ് ടേക്ക് കെയർ. നിങ്ങൾ രണ്ടാളുടെയും കാര്യത്തിൽ ഇറ്റ്സ് ഇൻക്രീസിംഗ്. സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ശരീരവേദനയും കുട്ടിക്കുണ്ടാകുന്ന തലച്ചുറ്റലും എല്ലാം അതിന്റെ ലക്ഷണങ്ങളാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും കുട്ടിയും കൂട്ടി ഇവിടെ വരണം. പിന്നെ ഇതുവരെ ചെലവായ മരുന്നുകളുടെ തുകയ്ക്കായി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ആ ബൊക്കേട് കാണട്ടെ. കാശ് വേടാ. തൊട്ടുണ്ടോ മോനെ? നോക്കട്ടെ. അല്ലടാ തങ്കപ്പാ, നീ ഒരു വട്ടം ചെത്തണ തെങ്ങുകൾക്കൊക്കെ പിന്നെ മണ്ടരി പിടിക്കുമെന്നാണല്ലോ കേക്കണത്. അതെ, ഇതുപോലെ വീഡിയോ കൊടുത്ത ആൾക്കാരെ പുകച്ചളയല്ല, ആളുകൾക്ക് ആവേശം കൊടുക്കുന്ന പണിയാ എന്റേത്. അതെ അതെ, നിന്റെ അമൃതയത്ത് കുടിച്ചവരിൽ പലരും ഇന്ന് പരലോകത്താ. അതുകൊണ്ടെന്താ അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അല്ല, സകല കവല നിരങ്ങിയോളം ഉണ്ടല്ലോ. എന്താണ് ബഷീറെ, കോള് വല്ലതും ഉണ്ടോ? ഇന്ന് ഞങ്ങൾ പ്രസിഡന്റിന്റെ മയ്യത്തെടുക്ക. നിന്റെ കരുനാക്ക് കേട്ടൊന്നും പറയാടാ ബഷീറെ. പ്രസിഡന്റ് വന്നല്ലോ. എന്താടോ പ്രസിഡന്റ്, എത്ര നേരമായി കാത്തിരിക്കുന്നു? എന്റെ നാട്ടുകാരുടെ വാത്സല്യം നിറഞ്ഞ വിളികളെ കുറിച്ച് ഞാൻ പല വേദികളിലായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. മത്തായിച്ചേട്ടൻ ഒരു കെട്ട് വീഡിയോ എന്നാട്ടെ. ഇന്ന് 2 അറിയണം. ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടോ? അതെ, എടാ 2 നിന്നെങ്ങനെ ഒന്നറിയാ? പ്രസിഡന്റ് തമാശക്കല്ലേ, ഞങ്ങളെ സ്വഭാവം മാറും. ആ തിരുമംഗലത്തെ കുടുംബം ഈ നാട്ടിൽ നിന്ന് പോണം, അല്ലെങ്കിൽ പ്രശ്നമാ. ഒരു കാലത്ത് ഈ നാട്ടിലെ വലിയ കുടുംബമായിരുന്നില്ല അവര്. ഈ അവസ്ഥയിൽ അവരെങ്ങോട്ട് പറഞ്ഞു വിടും? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അവിടത്തെ കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ 3 കുട്ടികൾ അവിടെ പഠിക്കുന്നത്. ആ ചീങ്കണ്ടി വാസം ഒന്നില്ലായിരുന്നു, അന്ന് തന്നെ ഞാൻ വാസു വരുന്നു. എന്നാ പിന്നെ നാളെ കാണാം.
രാജ്യത്തിന്റെ കിടപ്പ്. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യം. ഗോപാലൻ പോയിക്കോ ചെല്ല്. ആ, ഞാൻ ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാനും കൂടി കയറിയില്ല. ഇപ്പൊ കണ്ടത് നന്നായി. എന്താ വിശേഷിച്ച്? കുട്ടി, മനുഷ്യപ്പറ്റി എന്ന് പറഞ്ഞത് ഈ നാട്ടിൽ ഒരുത്തനുമില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യ. പ്രസിഡന്റ് എന്താ പറഞ്ഞു വരുന്നത്? മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം എന്നെ മനസമാധാനത്തോടു കൂടി ഇരിക്കാൻ അവന്മാർ സമ്മതിക്കില്ല. കുട്ടിക്കറിയാലോ, ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വെറും ഒരു അലങ്കാരം മാത്രമാണ്. ഇന്ന നാട്ടിൽ ഒരുത്തരും ഒരു വലിയില്ല. പ്രസിഡന്റ് ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താണ് കാര്യം? അവിടെ കവലയിൽ വീണ്ടും തല്ല്, ചൂതുകളിക്കാർ തമ്മില്. എന്റെ അമ്മേ, ജോലിയും കൂലിയും ഇല്ലാത്ത അപ്പന്മാരൊക്കെ എന്തിനുള്ള പുറപ്പാടാ? നീ സൈക്കിളിൽ ഇരിക്കേ. ഇതാ കണ്ടില്ല എന്റെ ഒരു അവസ്ഥ. ചോദിക്കുന്നുണ്ട് വിഷമം തോന്നരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തിരിച്ച് ബോംബെക്ക് തന്നെ പോയിക്കൂടെ? അവിടെ ആവുമ്പം എങ്ങനെങ്കിലും ഒക്കെ പതുക്കെ ആലോചിച്ചിട്ട് മതി. വിട്ടോടെ കവലക്ക്. കുറച്ചും കൂടി സാവകാശം തരണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ലോൺ എടുത്തിട്ട് ഇത്രയും നാളായി, ഇതുവരെ ഒരു തവണത്തെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലല്ലോ. അത് വേണ്ട, ഒന്നും പറയണ്ട. തിരുമംഗലത്ത് കുടുംബത്തിന്റെ പഴയ പ്രതാപം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ലോൺ അനുവദിച്ചത്. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാ. ഇപ്പൊ അതെനിക്കൊരു കുരിശായി. മോളിന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? അതുകൊണ്ട് തന്നെ ഇനി ഒരു അവധി തരാൻ പറ്റില്ല. എന്റെ ജോലി പോകുന്ന കാര്യമാണ്. അമ്മേ, മിഠായി ഇതാ, നമുക്ക് കളിക്കാം. വേണ്ട വേണ്ട, അവൾക്ക് സുഖമില്ലാത്തതാ. ഉണ്ണി മോളെയും കൊണ്ട് അകത്ത് പോ. അതെ, ഞങ്ങള് കുറച്ചുപേരൂടെ നിപ്പുണ്ട്. എത്ര കത്തയച്ചു, എത്ര പ്രാവശ്യം ഇവിടെ വന്നു. നിങ്ങളിന്ന് കണ്ടുകിട്ടണ്ടേ? ഇത്രയൊക്കെ ആയിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ബാങ്കിൽ വന്ന് വിവരം പറഞ്ഞിട്ടുണ്ടോ? പൈസ കിട്ടിയാ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എന്നിട്ടിങ്ങനെ ഒളിച്ചങ്ങ് നടക്കുക. മനഃപൂർവ്വം അല്ല, കുട്ടിയും കൊണ്ട് ആശുപത്രിയില്. അതിപ്പോഴല്ലേ? ഭർത്താവിന്റെ ചികിത്സയ്ക്കെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നപ്പോ അന്നേ ഞാൻ ചോദിച്ചതാ, ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോന്ന്. എന്നിട്ട് ഇപ്പോഴെന്തായി? ഭർത്താവും മരിച്ചു, ലോൺ എടുത്ത കാശും പോയി. കരഞ്ഞു കാണിച്ചോണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് നടപടികളിലേക്ക് നീങ്ങിയേ പറ്റൂ. സാർ, എനിക്ക് ഒരു അവധി കൂടി തരണം. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം തിരിച്ചടച്ചോളാം. ഇത്തവണ കൂടി ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ ഇനി വരുന്നത് ഞാനായിരിക്കില്ല. മോളിൽ നിന്ന് ജപ്തിയുമായിട്ട് അവരിങ്ങ് വരും. വാ. നീ എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ വീഴൊന്നുമില്ല. അഥവാ വീണാലും നമ്മൾ ഒരുമിച്ച് വീഴൂ. എനിക്കൊരു സംശയം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ ആ തങ്കപ്പൻ ഈയിടെയായിട്ട് കള്ളിൽ ലേശം മായം കൂട്ടുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. നമ്മുടെ കള്ള് തങ്കപ്പനോ? അവൻ എന്നോട് പറയുക, നിന്റെയൊക്കെ കുടുംബമാണ് ഞാൻ നോട്ടോട്ടേക്കുന്നെന്ന്. അവ അങ്ങനെ പറഞ്ഞെന്നെ. എങ്കി അവനോട് ചോദിച്ചിട്ടെന്ന കാര്യം. നീ വാഞ്ഞ. അതിനു മുമ്പ് എനിക്ക് എവറ്റകളോട് രണ്ടെണ്ണം പറയണം. വേണ്ട ജുവാര, അവരോടൊക്കെ പ്രസിഡന്റ് പറഞ്ഞോളും. അയാളോടാ എന്ത്? ആ ചിങ്ങലിന്റെ വാസുവിനെ കണ്ടപ്പോ ഓടി കണ്ടില്ലേ? നിന്നെയൊക്കെ വിഷം നിന്ന് കൊല്ലാൻ എനിക്ക് അറിയാതിട്ടല്ല, അതിനെനിക്ക് പേടിയില്ല. നീ വാഞ്ഞേ. പക്ഷെ ഇന്നിവിടെ എവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല, മനസ്സിലായോ? വാഞ്ഞേ. ഈശ്വര, എന്തെല്ലാം അനുഭവിക്കണം. ഈ മാനേജരോട് എന്താ പറഞ്ഞത്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോ എങ്ങനെ കൊടുത്തു തീർക്കാനാ? ഇന്ന് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, ബില്ലൊക്കെ അയച്ചിട്ടുണ്ടെന്ന്. ചെലവായ പണം ഉടനെ കിട്ടിയേക്കും. ഓ, അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കില്ലേ? നമ്മളെ രക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഉണ്ണി ഇന്ന് എന്നോട് ചോദിക്കുക അവന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന്. ചോദിക്കുമ്പോ നല്ല വിഷമമുണ്ടായിരുന്നു അവന്റെ മുഖത്ത്. നാട്ടുകാരതും ഇതും പറയണത് അവനും കേൾക്കാണ്ടിരിക്കൂ. പാവം കുട്ടികള്.
ശൂന്യം പിടിച്ച പൂച്ച. പോ അവിടുന്ന്, പോ. പേടിച്ചു പോയി വല്ലാണ്ട്. ഇനി വിളക്ക് തെളിക്കണ്ട, നമുക്ക് കിടക്കാം. എന്താ സാറേ നിങ്ങൾക്കും ഇല്ലേ മക്കള്? അതെങ്ങനെയാടാ, അവരുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിക്കുന്നേ, അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം നമുക്കാ. നിങ്ങളോട് ഞാനൊരു സത്യം പറയട്ടെ, ആ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നവരോട് എനിക്ക് എതിർപ്പുണ്ട്. ഞാനെന്നല്ല, ഇവിടെ മറ്റു പലർക്കും എതിർപ്പുണ്ട്. പക്ഷേ അത് പരസ്യമായി പറയാൻ പറ്റൂ. ഞങ്ങൾ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരല്ലേ? നില്ല് രണ്ടും കൂടി എങ്ങോട്ടാ? ഓ, പഠിച്ച് പഠിച്ച് കളക്ടറാവാൻ പോവായിരിക്കും. പാടിക്കാനൊന്നും അല്ല, രോഗം പിടിപ്പിക്കാനാ പോണത്. എല്ലാം നശിപ്പിച്ചിട്ട് ഈ നശൂലങ്ങൾ ചാവും, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ തട്ടിപ്പോവേണ്ടതാ. വരുന്നുണ്ട്, അയാളാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ക്ലാസ്സിലോട്ട് പോകും. അങ്ങനെ പോകാൻ പറ്റട്ടെ. ഇവരെ സ്കൂളിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നിങ്ങളുടെ തോന്നിയാസമൊക്കെ സ്കൂളിന് പുറത്ത്. ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്ന സാറിന്റെ മാത്രം സ്കൂളൊന്നുമല്ലല്ലോ, ഇത് നാട്ടുകാരുടെ കൂടി സ്കൂളാ. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാലോ? നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാൻ. അങ്ങനെ വഴി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പീറ്റോളല്ലേ, അതങ്ങ് വിളിച്ചു കൂട്ടി തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. അതെ, അത് ന്യായം. അത് കൂടിയിട്ട് നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാം. എന്താ അത്? സാർ സമ്മതിച്ചു, നിങ്ങൾ ചെല്. വാടാ, നിങ്ങൾ ക്ലാസ് പോയട്ടെ. നടക്കും. അല്ല, അവര് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ഈ രോഗമുള്ള കുട്ടികളൊക്കെ ആവുമ്പം നമ്മളെ നാടിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനം തോന്നുക. അതിനിപ്പോ എന്താ ഉണ്ടായത് പ്രസിഡന്റ്? അല്ല, ആ പാവം കുട്ടികൾ എന്ത് പഴിച്ചു. അല്ല, ഇന്നും എന്തൊരു ഉത്തരവാദിത്തം. സ്കൂളിൽ ചെന്ന് ആ പിള്ളേരെ കരയിച്ചിട്ട് വന്ന് കളിക്കുന്ന കണ്ടില്ലേ? എല്ലാറ്റിനും ഞാൻ തന്നെ വേണം. ഞാൻ ചെന്നില്ലേ കാണായിരുന്നു. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ എനിക്ക് വിശ്രമമില്ല. ഒരു കെട്ടുപോയിട്ടേട്ടാ. പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാത്തിനും ഒരു പരിഹാരമാവും. എന്തു പരിഹാരം? ഈ നാട്ടിൽ എന്തു പ്രശ്നം ഉണ്ടായാലും എന്റെ വീടിക്കാ ചെലവ്. ഇനി ഈ പ്രശ്നം തീരുന്നത് വരെ എന്റെ കച്ചവടം നഷ്ടത്തിലാന്ന് ചുരുക്കം. ഒന്നാം കളത്തിൽ രണ്ടാം കളം നീട്ടി വരാ. 10 രൂപയടാ. 2, 3. കളം കണക്കിന് വരടാ. നീ കാശ് കൂടെ വേടാ. 2, 3. ആർക്കാടാ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സഹിക്കാൻ പറ്റത്ത്? എല്ലാരോടും കൂടിയാ പറയുന്നേ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ജയിലിലേക്ക് തന്നെയാ പോവേണ്ടത്. ഇനി ആ പിള്ളേരെ കുടുംബത്തിനെ ഉപദ്രവിച്ചു ഞാൻ അറിഞ്ഞാല് പിന്നെ അവനൊന്നും ഈ ഭൂമിയിലുണ്ടാവില്ല. വാസുവാ പറയുന്നേ. കടുമാങ്ങ എത്രയും കൂടി വേണം മോളെ? വേണ്ട. എന്താ ഉണ്ണി നീ ഒന്നും കഴിക്കാത്ത? എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. നിന്റെ മുഖം കണ്ടാ അറിയാം എന്തോ ഉണ്ട്. മുത്തശ്ശിയോട് പറ കുട്ടിയെ. ഞാൻ പറയാം മുത്തശ്ശി, അവര് ഞങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു. ആര്? 2-3 ആൾക്കാര് സ്കൂളിൽ വന്നിരുന്നു. മുത്തശ്ശി കരയണ്ട, ഹെഡ് മാസ്റ്റർ അവരോട് ശരിക്കും പറഞ്ഞു. അവരിനിയും വരുമോ മുത്തശ്ശി? എനിക്ക് പേടിയാവുന്നു. നമ്മുടെ കൂടെ ഭഗവതി ഇല്ലേ, നമ്മളെ ആരും ഒന്നും ചെയ്യില്ല. മുത്തശ്ശി, കാർത്തൂൻ ഇന്നും തലയുറ്റുന്നു പറഞ്ഞു. കുറച്ചു നേരം ഞാൻ എടുത്തു, പിന്നെ അവള് തന്നെ നടന്നു. അത് വെയില് കൊണ്ട് നടന്നിട്ടാവും. സാരമില്ല, ഉണ്ണി കഴിക്കൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എന്റെ പ്രായം തന്നെ മറക്കുന്നു. അമ്മേ, കാർത്തൂട്ടി പഠിക്കണില്ല, അവൾ ഉറങ്ങുവാ. അവൾ ഉറങ്ങിക്കോട്ടെ, നീ ഇരുന്ന് പഠിക്കണേ.
നിങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ സുന്ദരമായ ലോകത്തെ പറ്റി. കാർത്തു, കാർത്തു, എനിക്കിതേ മുത്തശ്ശി വന്നു. കഴിച്ചോളൂ. അമ്പലത്തിൽ ഇന്ന് പായസമില്ലായിരുന്നു മുത്തശ്ശി? ഈ കണ്ണിമാങ്ങ ഊട്ടി കഴിച്ചോളൂ. അമ്മ എന്തേ വൈകിയേ? തിരുമേനി പോയി. പോയോ? ഇന്ന് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോ പാവം കുഴഞ്ഞിരിപ്പായി. കീഴ്ശാന്തിയാ പറഞ്ഞതേ. പോകുമ്പോ കൂടി കീഴ്ശാന്തിയോട് പറഞ്ഞു അത്രേ നമ്മുടെ നിവേദിച്ചോറിന്റെ കാര്യം. പാവം. ഉണ്ണിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അമ്മേ, ഭഗവാൻ കൃഷ്ണനെ കാണാൻ ഒരിക്കൽ കുചേലം പോയില്ലേ? അതേപോലെ നമുക്കും ഒന്ന് പോയാലോ? നീ ഉറങ്ങാൻ നോക്കുണ്ണി. എന്താ മുത്തശ്ശി, ആരും ഞങ്ങളെ കളിക്കാൻ കൂട്ടാത്തെ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മോക്ക് തോന്നണതാവും. മോക്ക് ഉറങ്ങണ്ടേ? ഉറക്കം വരണില്ല മുത്തശ്ശി. മോളെ, മുത്തശ്ശിത അവിടെ കിടത്തി കഥയൊക്കെ പറഞ്ഞു തന്ന് ഉറക്കാട്ടോ. വരും. നാരായണ, കിടന്നോളൂ. നല്ല കുട്ടിയായിട്ട് ഉറങ്ങും. ഇതങ്ങ് അടുക്കളയിലോട്ട് എടുത്ത് വെച്ചോളൂ. മുത്തശ്ശി കഥ പറയട്ടെ. മുത്തശ്ശി പാടാറുള്ള പാട്ട് പാടിയ മോൾ ഉറങ്ങിക്കോളാം. മുത്തശ്ശിക്ക് വയ്യ മോളെ. ഇനി മോൾ ഒരിക്കലും ചോദിക്കില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ തുള്ളുമിളമാൻ കിടാവോ ശോഭ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി ഏന്തും കിളിയോ പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാ
ഭാഗ്യദ്രുമത്തിൻ ഫലമോ വാത്സല്യരത്നത്തെ വൈപ്പാൻ മമ വാച്ചോരു കാഞ്ചന ചേപ്പോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ നേരെ എത്രയായി ഉണ്ണി? കാർത്തൂട്ടിയെ വിളിച്ചുണർത്ത. കാർത്തൂട്ടി, എനിക്ക് കാർത്തൂട്ടി, കാർത്തൂട്ടി എനിക്ക്. അമ്മേ, നീ കാർത്തൂട്ടി എനിക്കില്ല. കണ്ണാ, അമ്മേ, 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 അമ്മേ. വല്ലാത്തൊരു വിധി, രണ്ടുപേരും ഒന്നിച്ച്. ബന്ധുക്കളാരും സഹകരിക്കാത്ത സ്ഥിതിക്ക് ഇനി കാക്കുന്നതിൽ അർത്ഥമില്ല. ബന്ധുക്കളില്ലാത്തവർക്ക് നാട്ടുകാരെങ്കിലും വേണമെന്നല്ലേ പറയാറ്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നമ്മളൊക്കെ തന്നെ മതി. ഇതാ മോനെ, ഇത് വെച്ചോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ വൈകാണ്ട് ചെയ്യാം. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഓ ശരി. നല്ല മഴക്കോളുണ്ട്. മഴ വന്നാ പിന്നെ എല്ലാം പ്രസിഡന്റ്, തെറ്റും. ആ ഭാസ്കരനും കൂട്ടരും അവിടെ. ആഹാ, ഇതിവിടെ നടക്കില്ല. വരുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വാശിയും വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ലേ ഇത്? ഈ ശവങ്ങളോട് തോൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ആരുമില്ലാത്ത ആ പാവങ്ങളെ ഈ സമയത്ത് നമ്മൾ വേണം സഹായിക്കാൻ. ദയവ് ചെയ്ത് വാശി പിടിക്കരുത്. താനൊന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം താനും കൂടെ ചേർന്നുള്ള ഈ ഒത്തുകളി. കളിച്ച് കളിച്ച് ഇപ്പൊ താൻ നാട്ടുകാർക്കിട്ട് പണിയാണ് അല്ലേ? തന്തേക്കൊന്ന് ജയിലിൽ പോകാനല്ലേ നീ? ആ കളി ഞങ്ങളോട് വേണ്ട. ഗുണ്ടാഴ്ച ഞങ്ങളും കുറെ കണ്ടതാ. സാർ ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഇന്ന് മറ്റു കാര്യങ്ങൾ ഏർപ്പാടാക്കാം. വാതങ്കപ്പ. ആ,
എന്തിനാ മുത്തശ്ശി അമ്മയും കാർത്തോട്ടി നമ്മളെ തനിച്ചാക്കിയിട്ട് പോയത്? നെഞ്ചിൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് അമ്മയെയും പെങ്ങളെയും നല്ലതുപോലെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് പറയാം. ഓം നമോ നാരായണായ നമഃ. മറ്റേ ഉരുളയും എടുത്ത് അതിന്മേൽ തുടിയിച്ച് വെക്കുക. തൊട്ട് തൊഴുക. എള്ളു കൂട്ടി വെള്ളം അതിന്മേൽ കൊടുക്കുക. കൊടുക്കുക. കുറച്ച് പൂവ് ചാത്തുക. എന്നിട്ട് തൊഴുക. ഇത് വരും. രണ്ട് കയ്യണ്ടും നേരെ പുഴയിലേക്ക് പോയി പിറകിലേക്കിട്ട് മുങ്ങി തുള്ളുക. മുത്തശ്ശി എന്റെ അമ്മയും കാർത്തോട്ടിയും വരൂ ഉണ്ണി. ഈശ്വര, എന്താ കാത്തൂട്ടി നീ കാണിക്കണേ? മഴ മുഴുവനും നനഞ്ഞൂല. ഇങ്ങോട്ട് വരും, കേറൂ. നീ സുഖമില്ലാത്തവരാണെന്ന് അറിയില്ലേ നിന്റെ അമ്മയ്ക്ക്? ഇങ്ങോട്ട് വരട്ടെ. ഈ മഴ മുഴുവൻ നനയണമെന്ന് ആർക്കത്ര നിർബന്ധം? നീ കുട്ടികളെ പോലെ തുടങ്ങാ. പോകൂ, പോയി തോർത്തു. വരൂ. ആ ഉടുപ്പ് ഒരു കുട്ടിയെ സൂക്ഷിച്ച് കളിക്കാൻ ഞാനില്ല. പറ്റില്ല പറ്റില്ല, ഞാനും മുത്തശ്ശേരും പിടി കിടക്കും. അമ്മ എന്താ ആലോചിക്കുന്നത്? അല്ല, പ്രസിഡന്റ് എന്താ ആലോചിക്കുന്നേ? ആ കുട്ടിയുടെ കരച്ചിൽ ഇപ്പോഴും കാതിന് മുഴങ്ങുക. ഇത്ര ചെറുപ്പത്തിലെ വിധി എന്ത് ക്രൂരത അവനോട് കാണിച്ചത്. നമ്മളൊക്കെ ആ കുടുംബത്തെ എന്തുമാത്രം ദ്രോഹിച്ചു. ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റാ കാട്ടിയത്. ഇനിയിപ്പോ ആ തള്ളയുടെയും കുട്ടിയുടെയും കാര്യം എങ്ങനെ? അവരെങ്കിലും ഒന്ന് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. ഇന്നലെ ആ വാസു ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ആ ചെതരിഞ്ഞത്. അവന്റെ ഒരു മനസ്സ് പോലും നമ്മൾ ആൾക്കാർക്ക് ഇല്ലാതെ പോയല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോഴാ നമ്മൾ എത്ര നെറി കെട്ടോമാരാ. വേണ്ട മത്തയച്ചേട്ടാ. എന്താ ഉണ്ണി, എന്തിനാ നീ കരയണേ? എന്തേ? മാഷിൻ തന്നെ ഒരുപാട് തല്ലി മുത്തശ്ശി. തല്ലിയേ? എന്തിനാ എന്തിനാ എന്റെ ഉണ്ണിയെ തല്ലിയേ? ഞാൻ പാഠങ്ങളെല്ലാം പഠിച്ചതാ മുത്തശ്ശി. എന്നിട്ട് ഒരു സംശയം തീർക്കാൻ അമ്മാനുവിന്റെ അടുത്ത് പോയത്. അപ്പൊ അവനെ ഞാൻ തൊട്ടു എന്നും പറഞ്ഞു മാഷ്. ഉണ്ണിയുടെ മാഷല്ലേ തല്ലിയത്? സാരല്ല കേട്ടോ, പഠിക്കാനല്ലേ, നല്ല കുട്ടിയാവാനല്ലേ. രോഗം എനിക്കുണ്ടോ മുത്തശ്ശി?
എന്ത് രോഗം? മാഷ് പറഞ്ഞത് കാർത്തോട്ടിയുടെയും അമ്മയുടെയും രോഗം എനിക്കും ഉണ്ടെന്നാ. ഉണ്ടോ മുത്തശ്ശി? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ വിശേഷിച്ച്? ഞാൻ തിരിച്ചു പോവാ. അതിനു മുമ്പൊന്ന് കാണണമെന്ന് തോന്നി. മോൻ പേടിക്കണ്ട. ഇങ്ങോട്ടാ പോണേ? ജയിലിലേക്ക് പോവാ. പരോളിലായിരുന്നു. അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. മോൻ നടന്നോളൂ, മുത്തശ്ശി വരാട്ടോ. എനിക്കറിയാം, ലക്ഷ്മിക്കുട്ടി ഒരു പാവമായിരുന്നു. അവളുടെ ജീവിതം നശിപ്പിച്ചത് ദുഷ്ടനായിരുന്നു എൻ്റെ അച്ഛൻ. പാവം പാവം ലക്ഷ്മിക്കുട്ടിയെ ഇനി അതുണ്ടാവില്ല. അയാൾ ഇനി ആരെയും നശിപ്പിക്കില്ല. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് അയാൾ എൻ്റെ അമ്മയെ പോലും കൊന്നു. ഞാൻ അയാളെ കൊന്നു. ഇനി ഞാൻ വരും, അതെന്നാണെങ്കിലും. അല്ല, ഉണ്ണി ഇതെന്താ പുസ്തകം പടി വെച്ച് ഉറങ്ങുക? അല്ല മുത്തശ്ശി ചോറുമായിട്ട് ഇപ്പൊ വരാട്ടോ. ഉണ്ണി ഉറങ്ങല്ലേ? പുസ്തകം വായിക്കൂ. ഉണ്ണി വായിക്കണത് കേൾക്കണില്ലല്ലോ, ഉറങ്ങുക? അല്ലമ്മേ, കണ്ണും പൂട്ടി കാണാതെ പഠിക്കുക. സാരില്ല, ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ. മോളി ശല്യപ്പെടുത്തണ്ട. ഇങ്ങോട്ട് വരൂ, ഇപ്പൊ വിളിക്കണ്ട മോളെ. മുത്തശ്ശി, എന്റെ അമ്മയും കാർത്തൂട്ടിയും. മുത്തശ്ശി മോനെ, ദാ ഇത് കഴിക്കൂ. ദാ പായസം ഉണ്ട് കേട്ടോ, പായസം. എനിക്കൊന്നും വേണ്ട, അമ്മയും കാർത്തൂട്ടിയും മതി. മോനിപ്പൊ ഇത് കഴിക്കും മോനെ. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് രാഘവമാഷിന്റെ അല്ലേ? അതേടാ, ഇന്ന് 12ന്റെ ഗുണനപ്പട്ടയെ പഠിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ഞാൻ പഠിച്ചിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. ഈശ്വരാ, ആ മാഷിന്ന് വരാതിരിക്കണേ. കണ്ണാ, നീ പഠിച്ചോടാ. കണ്ണാ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? നിന്നോട് കൂട്ടുകൂടിയാ ഞങ്ങളുടെ വീട്ടില് വഴക്കു പറയും. അതുകൊണ്ടാ ശരിക്കും നിന്റെ വീട്ടിൽ വരണമെന്നുണ്ടായിരുന്നു. അതേ കണ്ണാ, ഞാനും വീട്ടിൽ ചോദിച്ചു, എന്നാ വിട്ടില്ല. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ആരും നമ്മളോട് ഒന്നും മിണ്ടാത്തോണ്ടാണോ? എല്ലാരും നമ്മളോട് മിണ്ടും. ചേട്ടൻ നോക്കിക്കോ, അതിനെ കാത്തൂട്ട ഒരു സൂത്രം കണ്ടുവച്ചിട്ടുണ്ട്. നീ എന്താ ഇറങ്ങുന്നില്ലേ? എല്ലാരും പോയി. മുത്തശ്ശി, മുത്തശ്ശി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ മുത്തശ്ശി? അതെ, നീ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഇങ്ങോട്ട് നീങ്ങും. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് കിടന്നോളൂ. അപ്പൊ ഉറക്കം വരൂ കേട്ടോ. ഞാൻ ഇനി സ്കൂളിൽ പോണില്ലേ മുത്തശ്ശി? എന്താ ഉണ്ണി നീ പറയണേ? എല്ലാരും എനിക്ക് പേടിയാ. സ്കൂളിൽ ചെന്നാ കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നേ. അതൊക്കെ അവര് വെറുതെ പറയണതല്ലേ. നിന്റെ ഉണ്ണിയെ ആരും ഒന്നും ചെയ്യില്ല. ദേ,
ഉണ്ണിക്ക് പഠിച്ച് വലിയ ആളാവണ്ടേ. എന്നിട്ട് ഉണ്ണി വേണം മുത്തശ്ശിയെ നോക്കാൻ. ഇല്ല മുത്തശ്ശി, ഉണ്ണിക്ക് പഠിക്കാൻ കഴിയില്ല. പഠിച്ചതൊന്നും ഓർക്കാനും കഴിയില്ല. പിന്നെ പിന്നെ എങ്ങനെയാ ഞാൻ പഠിച്ചു വലിയ ആളാവാ? മുത്തശ്ശി നോക്കുക. സാരമില്ല ഉണ്ണിയെ, സാരമില്ല കേട്ടോ, ഒക്കെ ശരിയാവും. ാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആ ക്ഷമിക്കണം, ഇനി ആ ചെക്കനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എണീക്കടാ, നിന്നോടല്ലടാ പറഞ്ഞ എണീക്കാൻ. നടക്കടാ. നടക്കടാ, അങ്ങോട്ട് മാറി നടക്കണ. ദേഹത്തെ കാണും തട്ടിയാ പിന്നെ അത് മതി. ഇപ്പൊ എന്തായി? ഇവന് രോഗമില്ലെന്ന് പ്രസംഗിച്ച് നടന്നവരൊക്കെ ഇപ്പൊ എവിടെ? മണ്ട ചീഞ്ഞാൽ വേരോടെ പിഴുതരണം, അല്ലാതെ പാതി വെച്ച് വെട്ടിട്ട് കാര്യമില്ല. അത് പിന്നെയും ചെയ്യും. ഇവരൊക്കെ കുട്ടികളാ. ഈ രോഗത്തിന്റെ ഗൗരവം കുട്ടികൾക്ക് അറിയില്ല. മാറാ രോഗമുള്ള ഒരുത്തന്റെ കൂടെ ഇരുത്തി കുട്ടികളെ പഠിപ്പിച്ച് ഒരു പരീക്ഷണത്തിന് മുതിരാൻ ഞങ്ങൾ തയ്യാറല്ല. എന്താ 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 ഇവിടെ പ്രശ്നം? ഞങ്ങള് പിള്ളേരെ സ്കൂളിൽ വിടുന്നത് അവർക്കൊരു നല്ല ഭാവി കിട്ടാൻ വേണ്ടിട്ടാ, അല്ലാതെ ഭാവി കളയാനല്ല. നിങ്ങളൊക്കെ മനുഷ്യരോ അതോ പിശാചികളോ? എട്ടുപൊട്ടു തിരിയാത്തൊരു പാവം കുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഇക്കാര്യത്തിൽ ഞങ്ങൾ പിശാചികളാ. ഞങ്ങൾക്ക് ഈ ലോകത്തെ പേടിയാതെ. സാറല്ലേ പറഞ്ഞത് ഇവർക്ക് സുഖമില്ല എന്ന്? എന്നിട്ട് ഇപ്പൊ എന്തായി? രണ്ടെണ്ണം കൂടെ ചത്തപ്പോ ബോധ്യായില്ലേ? ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അവർക്ക് രണ്ടുപേർക്കും രോഗം ഉണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഈ കുട്ടിക്ക് രോഗമില്ല, എന്നെ വിശ്വസിക്കേ. അല്ല മാഷേ, ഇപ്പൊ അങ്ങനായോ? അന്ന് മാഷ് പറഞ്ഞപ്പോ ആർക്കും രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. രണ്ടെണ്ണം കൂടി തീർന്നപ്പോ അവർക്ക് മാത്രമേ ഉള്ളൂ. അല്ല, ഇതെന്ത് ന്യായം? നിങ്ങൾ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന മര്യാദയില്ല ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചത്. ഇനി ചിലപ്പോ അതിരുവിട്ട് പെരുമാറിയെന്ന് വരും. സാർ, ഒരു തീരുമാനമാകാതെ ഇവര് പോകുന്ന ലക്ഷണമില്ല. ഒന്നുകിൽ പോലീസിനെ വിളിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കുട്ടിയെ തൽക്കാലം പറഞ്ഞു വിടുക. അതേ ഉള്ളൂ മാർഗം. കുട്ടിയെ ഇപ്പൊ വീട്ടിലേക്ക് വെക്കൂ. വെക്കൂ. ആ കുട്ടിയുടെ കണ്ണീന്ന് വീണത് കണ്ണീരല്ല, ശംഖ് പൊട്ടിയാവും പോയിക്കണത്. നിങ്ങൾക്ക് എന്ത് പ്രായച്ചിത്തം ചെയ്താലാ ഈ പാപമൊക്കെ തീരുക?
എന്തിനാ അമ്മ എന്നെയും മുത്തശ്ശിയും ഇവരുടെ ഇടയിൽ തനിച്ചാക്കിയിട്ട് പോയത്? കഴിയുന്നില്ല അമ്മേ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കണ്ണൻ തോറ്റുപോയി. അതെ, എന്റെ ഉണ്ണി ഇതുവരെയ്ക്കും സ്കൂൾ വിട്ട് വന്നിട്ടില്ല. അല്ല, ആ കുട്ടി ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയല്ലോ. എവിടെ? എവിടേക്കാ പോയേ? അതെനിക്കറിയില്ല. എന്റെ ഉണ്ണി ഇത് എവിടേക്കാ പോയേ? ഉണ്ണി, 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 നീ എന്തിനാ കുട്ടിയെ ഇവിടെ വന്നിങ്ങനെ തനിച്ചു കിടക്കണേ? മുത്തശ്ശി എന്തിനാ കരയണേ? ഉണ്ണി തനിച്ചൊന്നുമല്ല, ഉണ്ണിക്ക് അമ്മയും കാർത്തൂട്ടിയും ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ണി, മുത്തശ്ശി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ പോകുന്ന അമ്മയും കാർത്തൂട്ടിയും തനിച്ചാവും. കാർത്തൂട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവളുടെ കൂടെ കളിക്കാൻ ആരും കൂടില്ല. എന്താ ഉണ്ണി നീ ഇങ്ങനെയൊക്കെ പറയണേ? വരൂ, നമുക്ക് പോവാം. അമ്മയും കാർത്തൂട്ടി തനിച്ചാ, ഞാൻ വരില്ല. പറ്റില്ല, വരൂ കുട്ടിയെ. ഇല്ല, ഞാൻ വരില്ല, എന്നെ വിട്. വരൂ, എന്നെ വിട്. വരൂ, വരൂ. നടക്കും ഇങ്ങോട്ട്. എന്നെ വിടാൻ. എന്താ ഉണ്ണി, വരൂ ഇങ്ങോട്ട്. കണ്ണൻ എന്താ ആലോചിക്കണേ? ഈ പുസ്തകങ്ങൾ വെച്ചോളൂ. സമയം കിട്ടുമ്പോ മാഷ് വന്ന് പഠിപ്പിച്ചു തരാം. കണ്ണന് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ കൊണ്ടുവന്നതാ. ഇനി എന്റെ ഉണ്ണിക്ക് അത് വേണ്ട മാഷെ. ഉണ്ണിയുടെ മനസ്സ് ആകെ മരവിച്ചിരിക്കുക. അല്ല, അത് ഇന്നലെ രാത്രി ഒരു പുള കണ്ണടച്ചിട്ടില്ല എന്റെ ഉണ്ണി. ഉറങ്ങണ നേരത്തെ പോലും എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പിച്ചുമ്മയും പറയായിരുന്നു. വേണ്ട മാഷ, അവനിത് വേണ്ട. ഈ കഞ്ഞി കുടിക്കൂ. ഇന്നലെ മുതലേ ജലപാനം പോലും കഴിച്ചിട്ടില്ല ഉണ്ണി.
ഈ കഞ്ഞി കുടിക്കൂ. മുത്തശ്ശി, എനിക്ക് വിശക്കണു. മോൻ കൈ കഴുകിയിട്ട് വാ, മുത്തശ്ശി ചോറ് തരാം. എന്റെ ഉണ്ണിക്കെന്ന് മുത്തശ്ശി കൂട്ടിത്തരാം. മതി മുത്തശ്ശി, ഉണ്ണിയുടെ വിശപ്പ് മാറി. എന്താ മുത്തശ്ശി കരയണേ? മുത്തശ്ശി കഴിക്കണില്ലേ? കഴിക്കാം. എനിക്ക് ഉറക്കം വരണം മുത്തശ്ശി. മുത്തശ്ശി പാടിത്തരാം, ഉണ്ണി ഉറങ്ങിക്കോളൂ. ഇനി എന്റെ ഉണ്ണിയെ ആരും ഭയപ്പെടുത്തില്ല. എന്റെ ഉണ്ണി സുഖമായിട്ട് ഉറങ്ങിക്കോളൂ.